അന്നുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അന്ന് NSGയിൽ അന്നും ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വെപ്പനാണ് MP5 മിനി പിസ്റ്റൾ എന്നുള്ളത്. അപ്പോൾ അത് അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആളുകൾ ഞങ്ങളുടെ കയ്യിലാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ ആൾക്കാർ നമുക്ക് ചെറിയൊരു വെപ്പൻ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ഞങ്ങൾ വിജയപത്രങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും നോക്കും. ബ്ലാക്ക് ഡ്രസ്സ് ഒരു അട്രാക്ഷനായിരുന്നു. ഇന്നും അതേ MP5 തന്നെയാണ് PM-ൻ്റെ സെക്യൂരിറ്റി അടക്കം യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് അത്രയും നല്ല ഡ്രസ്സുള്ളൊരു വെപ്പനാണ്. ഒരു കൈ കൊണ്ട് നമുക്ക് ബസ്റ്റ് അടിക്കാം. AK-47 ഒരു കൈ കൊണ്ട് ബസ്റ്റ് അടിച്ചാൽ അത് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോകും. ഇത് ഇങ്ങനെ വെച്ചിട്ട്, കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന സമയത്ത് സ്ലിതറിങ് ചെയ്യുകയാണെങ്കിൽ, ആപ്സ്ലിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിവർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് വരും. അപ്പോൾ ഒരു വിൻഡോൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ കിക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് അങ്ങ് പോകുന്നു. ഇത് വിട്ടു. അപ്പം ഈ കയ്യിൽ ഇതുള്ള സമയത്ത് പോലും ഈ ഒറ്റ കൈ കൊണ്ട് ഫയർ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് വിട്ടിട്ട് പിന്നെ ഫയർ ചെയ്യുമ്പോഴും അത്രയും പെർഫെക്ഷൻ ഉണ്ടാവും വെപ്പന് MP5ക്ക്. പിന്നെ പിസ്റ്റൾ അന്നുണ്ടായിരുന്ന Glock 17 അല്ലെങ്കിൽ 18 ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും മാസ്റ്റേഴ്സ്. പിന്നെ ഇപ്പോൾ പലതും വേറെ വെപ്പൻസ് വന്നിട്ടുണ്ടെങ്കിലും ഓൾ ടെസ്റ്റഡ് തിങ്സ്. AK-47 ബെസ്റ്റ് അസോൾട്ട് വെപ്പൺ. അടിച്ചാൽ പൊളിച്ചങ്ങ് പോയി കളയും. മറ്റത് കില്ലിങ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല MP5-ൻ്റെ. അപ്പം അന്നത്തെ ഇന്നത്തെ വെപ്പൻസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നിപ്പോൾ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. M16 ഇതൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ ഐ സ്റ്റിൽ പ്രിഫർ, ആൻഡ് അതിപ്പോഴും PM സെക്യൂരിറ്റിയിലടക്കം കാണുന്നത്, SPGയിലടക്കം കാണുന്നത് MP5 തന്നെയാണ്. അത് അന്ന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് 85-86 ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് NSGക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നീടാണ് SPG ഒക്കെ റേസ് ആയത്.